ആഹാ, ഇന്നും ഇടിയപ്പാ. നിന്റെ അമ്മയ്ക്ക് നല്ല സുഖ. കാലത്ത് എഴുന്നേറ്റ് ഒരു 10-15 ഇടിയപ്പം ഉണ്ടാക്കിയാ മതിയല്ലോ. കാലത്തും ഉച്ചയ്ക്കും രാത്രിയിലും ഒക്കെ നീ അതും വിഴുങ്ങി മിണ്ടാതെ കിടന്നോളൂല്ലോ. ഓഹ്, എങ്ങനെയാടാ നീ 3 നേരം ഇടിയപ്പം കഴിക്കുന്നേ? നീ ഇത് വിട്ടെ. എന്താടാ നിനക്കൊരു ടെൻഷൻ പോലെ? പാർവതിയെക്കുറിച്ച് ആലോചിച്ചിട്ട്. തയ്ക്കാൻ അറിയുന്നവരെ തയ്യൽ മെഷീന്റെ മുന്നിലല്ലാതെ വേറെ എവിടെയാ കൊണ്ടിരുത്ത്? ഇവിടെ ഇതൊക്കെ പതിവ് തന്നെയല്ലേ. പിന്നെന്തിനാ ആ കരുനാഗം പ്രശ്നം ഉണ്ടാക്കിയത്? എത്ര ആലോചിച്ചിട്ട് എനിക്കത് മനസ്സിലാവുന്നില്ല. അതിന്റെ പേരില് അയാൾ ഇവിടെ കിടന്ന് ചാടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവളെ മെഷീന്റെ മുന്നിൽ ഇരുത്തുന്നതിന് മുമ്പ് ഞാൻ അയാളോട് പെർമിഷൻ വാങ്ങിച്ചേനെ. ഞാനല്ലേ ആ പാവത്തിനെ കുഴി കൊണ്ടുപോയി ചാടിച്ചത്. ഒരുപാട് പ്രതീക്ഷയോടെയാ ചേച്ചി വന്നത്. എന്നിട്ടിപ്പോ വലിയൊരു കുഴിയിൽ വന്ന് വീണതുപോലെയായി. സാരമല്ല പാർവതി, ഇതിനേക്കാൾ വലിയ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരില്ലേ. ഒക്കെ ശരിയാവുന്നൊരു പ്രതീക്ഷ ഉണ്ടായാൽ മതി. എത്ര വലിയ കഷ്ടപ്പാടും സഹിക്കാൻ പറ്റും. എന്തൊക്കെ പ്രതീക്ഷയോടെ ആയിരിക്കും അവളിവിടെ ജോലിക്ക് വന്നത്. നാട് വിട്ട് പുറത്തു പോയിട്ടില്ലാത്ത കുട്ടിയെ നന്നായി നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ട് രാജുവേട്ടൻ അവളെ ഇങ്ങോട്ട് അയച്ചത്. എന്നിട്ട് രാജുവേട്ടൻ ചോദിച്ച ഞാൻ എന്ത് മറുപടിയാടാ പറയാ? ഒന്നും നിന്റെ കുറ്റമല്ലല്ലോ. അവള് ചെയ്തതിന്റെ കൂലിയാ അവക്ക് കിട്ടുന്നത്. എന്നുവെച്ചാ കരിനാഗത്തിന്റെ മുഖം വീങ്ങിയിട്ടുണ്ടെന്ന് നീ പറഞ്ഞില്ലേ? അത് സത്യം തന്നെ. അതെങ്ങനെ സംഭവിച്ചെന്നറിയോ? എടാ, അത് പാർവതി തല്ലിയതാ. നീ എന്താടാ ഈ പറയുന്നേ? സത്യ ചേച്ചി, ഒരു കുട്ടിയെ അയാള് സ്കൂട്ടർ കൊണ്ടിടിച്ചു. അത് ചോദിക്കാൻ വന്ന ആ കുട്ടിയുടെ അമ്മയെ അയാള് എന്തൊക്കെയോ വൃത്തികേടുകൾ പറഞ്ഞു. ആ ചേച്ചിയെ കണ്ടപ്പോ എനിക്ക് എന്റെ ചേച്ചിയെ ഓർമ്മ വന്നത്. സോറി പറയാൻ പറഞ്ഞിട്ട് അയാൾ കേട്ടതുമില്ല. അപ്പോഴാ ഞാൻ അയാളുടെ കാരണത്തടിച്ചത്. അതിന്റെ ദേഷ്യ അയാളെ തീർക്കുന്നത്. ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന കമ്പനിയിലെ വലിയ സാറാണതെന്ന് എനിക്കറിയില്ലല്ലോ. അവള് ആളറിയാതെ ചെയ്തു പോയതായിരിക്കും. പക്ഷേ നല്ല ഉഗ്രനടി അവൾ അടിച്ചത്. അതുകൊണ്ടാ അയാളുടെ മുഖം വീങ്ങിയത്. കൈയും പുറകെ കെട്ടി നെഞ്ചും വിരിച്ച് ഞാനാണ് ഇവിടത്തെ എല്ലാം എന്ന് പറഞ്ഞായിരുന്നില്ലേ അയാളുടെ നടപ്പ്. ഈ വിഷയം ഈ ഫാക്ടറി മൊത്തം അറിഞ്ഞു. ഇനി അയാളുടെ നെഞ്ചിന്റെ വിരിവ് ഒന്ന് കുറയും. എടാ, നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. ആരെങ്കിലും ഒന്ന് തറപ്പിച്ച് നോക്കിയാൽ തന്നെ വിരട്ടുകയും ജോലിന്ന് പറഞ്ഞു വിടുകയൊക്കെ ചെയ്യുന്ന ആളാ. അയാളെയാ അവള് തല്ലിയത്. എന്നിട്ടും അവളെ പറഞ്ഞു വിടാതെ അയാൾ ഇവിടെ ജോലിക്ക് വെച്ചില്ലേ. ദേഷ്യം മുഴുവൻ തീർക്കാതെ അയാൾ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടില്ല. അതിന്റെ തുടക്കമാ കുറച്ചു മുമ്പ് കണ്ടത്. നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നത്. മഹാവൃത്തിയേട്ടവനയാള്. വിഷം എന്ന് പറഞ്ഞ ശരിയായ വിഷം. നിന്നെ അയാള് ശിക്ഷിക്കാൻ തുടങ്ങിയില്ലേ, ഇനി അതിന്റെ 10 ഇരട്ടിയായിരിക്കും നിനക്ക് അനുഭവിക്കേണ്ടി വരിക. ചേച്ചി, അയാള് നിന്നെ കൊല്ലാക്കൊല ചെയ്യും. അതിനു മുൻപ് നീ ഇവിടുന്ന് പോവാൻ നോക്ക്. ആരോടും പറയൊന്നും വേണ്ട. അയാൾ നിന്നെ അന്വേഷിച്ച ഞാൻ പറഞ്ഞോളാം. നീ ഇപ്പൊ തന്നെ പൊയ്ക്കോ. അയ്യോ ചേച്ചി, എനിക്ക് ഈ ജോലി വേണം. അയാൾ എന്ത് ചെയ്താലും ഞാൻ സഹിച്ചോളാം. അച്ഛന്റെയും അമ്മയുടെയും ചേച്ചിയുടെയും ഒക്കെ പ്രതീക്ഷ ഞാനാ. എന്നെ വിശ്വസിച്ച അവരവിടെ മനസ്സമാധാനത്തോടെ കഴിയുന്നത്. നിന്നെ വിശ്വസിച്ചു വന്ന അവക്ക് നീ ജോലി വാങ്ങിച്ചു കൊടുത്തു. നീ നിന്റെ കടമ ഭംഗിയായിട്ട് ചെയ്തു. നീ പറഞ്ഞിട്ടല്ലോ അവള് അയാൾ പിടിച്ച് തല്ലിയത്. പിന്നെ നീ എന്തിനാടാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അതല്ലടാ, ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ആ കുടുംബത്തിന്. നല്ല ശമ്പളം കിട്ടും, ഓവർ ടൈമിന് എക്സ്ട്രാ കാശ് കിട്ടുന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് അവളിവിടെ വന്നിരിക്കുന്നത്. പക്ഷേ 20,000 രൂപ ശമ്പളം കിട്ടുമല്ലോ. അതിന്റെ കൂടെ രാത്രിയും കൂടിയിരുന്ന് തയ്ച്ചാ കൂടുതൽ ശമ്പളം കിട്ടില്ലേ? കുറെ കഷ്ടപ്പെട്ടാലും അച്ഛന്റെ കടം തീർക്കാൻ പറ്റുമല്ലോ. ചേച്ചിയുടെ കല്യാണം നടത്താൻ കഴിയുമല്ലോ. അയാളെ പേടിച്ച് ഞാൻ ഇവിടുന്ന് പോയാ അതൊക്കെ എങ്ങനെ നടക്കുക ചേച്ചി? 20,000 രൂപ ശമ്പളമൊന്നും കിട്ടില്ല പാർവതി. ചേച്ചി, ആ തോപ്പുകാരിയുടെ ജോലിക്കാ അയാള് നിന്നെ വെച്ചിരിക്കുന്നത്. തോപ്പുകാരിക്ക് 12,000 ശമ്പളം, ഓവർ ടൈമും ഇല്ല. അയ്യോ, 12,000? 12,000 പോലും അയാൾ അവൾക്ക് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് അയാൾ അവളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും.
എടാ നീ കഴിക്കുന്നില്ലേ? എടാ ഞാൻ അയാളെ കണ്ട് സംസാരിക്കാൻ പോവാ. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം തീർത്തില്ലെങ്കിൽ അവൾ ഇവിടെ കിടന്ന് നരയിക്കൂടാ. ഊഫ് എടാ മണ്ട, ഇപ്പൊ പോയി സംസാരിച്ച കാര്യങ്ങൾ കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. അയാൾ നേരെ അവളുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് എന്നെ തല്ലിയ കാര്യം എല്ലാരോടും പറഞ്ഞു എന്നും പറഞ്ഞ് അവളുടെ മെക്കിട്ട് കയറും. ഞാനിനി എന്താ ചെയ്യാ ചേച്ചി? ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയെ കാണുന്നുള്ളൂ. എന്താ? നീ പോയി അയാളോട് മാപ്പ് പറയണം. പറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് നീ ചെന്ന് സോറി പറഞ്ഞ അയാൾ ചിലപ്പോ ക്ഷമിക്കും. തെറ്റ് ചെയ്തത് അയാളല്ലേ, പിന്നെ ഞാനെന്തിനാ മാപ്പ് പറയുന്നേ? അതൊക്കെ ശരിയാ, പക്ഷേ ശിക്ഷ അനുഭവിക്കുന്നത് നീയല്ലേ. ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നേ. ആരും ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ലേ? പെട്ടെന്നാവട്ടെ. ചേച്ചി ആ വിഷം വരുന്നുണ്ട്. അടുത്ത മാരണം വന്നു. എന്താ കഴിച്ചു കഴിഞ്ഞില്ലേ? സംസാരം കഴിഞ്ഞിട്ടുണ്ടേ കഴിക്കാൻ. എപ്പോ നോക്കിയാലും സംസാരം തന്നെയാണല്ലോ. എല്ലാരും വേഗം കഴിച്ചിട്ട് വാ. ഈ വിഷത്തിന് വിഷം കൊടുത്ത് കൊല്ലണം. എന്താ ചേച്ചിയുടെ അഭിപ്രായം? പൊടി. പാർവതി എന്താ കഴിക്കാത്തെ? കഴിക്ക്. എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ചേച്ചി. പാർവതി, ഞാൻ അവിടെ ഉണ്ടാവും, നീ കഴിച്ചിട്ടോ. ഏയ്, എടാ, എടാ, പ്രിയ, എടാ, ചേച്ചി ആരുടെ ഫോൺ ബില്ലടിക്കുന്നു? കരിനാഗം കണ്ട ആകെ പ്രശ്നമാവും. അച്ഛാ, മോള് കഴിച്ചെന്നറിയാൻ വിളിച്ചതാ. ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ അച്ഛാ. അച്ഛൻ കഴിച്ചില്ലേ? കഴിച്ചു മോളെ, ഞങ്ങളെല്ലാവരും കഴിച്ചു. ജോലിയൊക്കെ എങ്ങനെയുണ്ട് മോളെ? നല്ല ജോലിയാ അച്ഛാ, എളുപ്പമുള്ള ജോലിയാ. അവിടെയുള്ളവരൊക്കെ പരിചയപ്പെട്ട മോളെ? അവരൊക്കെ എങ്ങനെ? എല്ലാരും നല്ല ആൾക്കാരാ അച്ഛാ, നല്ല സ്വഭാവ. ഇവിടുത്തെ സാറിന് എന്നോട് വലിയ സ്നേഹ. ഓ ഈശ്വരന്മാരെ, പാർവതി എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. കടങ്ങളുണ്ട്, കാശിന് ആവശ്യമുണ്ട്, അതൊക്കെ ശരിയാ. എന്ന് വെച്ച് വിശ്രമമില്ലാതെ മോള് ജോലി ചെയ്യരുത്. ശരീരം ശ്രദ്ധിക്കണം കേട്ടോ. അയ്യോ, എന്താ മോളെ, ജോലി സമയത്ത് ഫോണിൽ സല്ലപിച്ചോണ്ടിരിക്കുകയാണോ? ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറെ നേരമായില്ലേ ഫോണിൽ സംസാരിച്ചു തുടങ്ങിയിട്ട്. നാവ് വരണ്ടുണ്ടാവും. ഒരു ഗ്ലാസ് ആപ്പിൾ ജ്യൂസ് എടുക്കാൻ പറയട്ടെ? ആപ്പിൾ ജ്യൂസ് കഴിച്ചിട്ട് മോൾ ഇഷ്ടം പോലെ ഫോണിൽ സംസാരിച്ചു. കൊണ്ടുവരാൻ പറയട്ടെ? മോളെ പാറു, മോളെ പാറു. എന്താ 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 അച്ഛാ? മോളെ പാറു. ഹലോ മോളെ, ഹലോ. എന്താ എന്താ? അറിയില്ല. ഒരു ജോലിയും ചെയ്യാതെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നല്ല സുഖമാണ് അല്ലേ മോളെ?